വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിന്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 മെയ് 13 തിങ്കളാഴ്ച. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ സുവിശേഷം 16 അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കും. എന്നാൽ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമെന്ന് പറയുന്നത്, അവർ ലോകത്തിലായിരിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായാൽ അവർക്ക് സമാധാനം ഉണ്ടായിരിക്കും എന്നാണ്. സഭയുടെ പൗരാണികമായ ചില ദൈവശാസ്ത്രപരമായിട്ടുള്ള ചിന്തകൾ ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ കീഴടക്കേണ്ട 3 ശത്രുക്കളുണ്ട്. ഒന്ന് ലോകം, മറ്റൊന്ന് പിശാച്, മറ്റൊന്ന് സ്വന്തം ശരീരം. പിശാച്, ലോകം, ശരീരം എന്നിവയെ കീഴടക്കുമ്പോഴാണ് ഒരുവൻ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെതായിരിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവായ യേശു മിശിഹ ലോകത്തെ കീഴടക്കിയവനാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ പിശാചിനെ കീഴടക്കിയതാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ സ്വന്തം ശരീരത്തെ കീഴടക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, ലോകത്തെ നിങ്ങൾക്ക് കീഴടക്കാമെന്ന് പറയുമ്പോൾ അത് നമുക്ക് മുന്നിലൂടെ, ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ കാണിച്ചു തന്ന കർത്താവാണ് നമ്മളോട് അപ്രകാരം പറയുന്നത്. അവനിൽ വിശ്വസിക്കുക. ദൈവത്തിലേക്ക് വിശ്വസിക്കുക എന്ന് വെച്ചാൽ അവനിൽ ശരണപ്പെടുക എന്നുള്ളതാണ്. വിശ്വാസവും അതുപോലെ തന്നെ ശരണവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ അവർക്ക് വിട്ടുകൊടുത്താൽ മാത്രമേ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമുള്ളൂ. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ചിതറിക്കപ്പെട്ടേക്കാം, എങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ. സഹനത്തിന്റെ സമയത്ത് എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുവിൻ. കാരണം ഞാൻ സഹനത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത നിങ്ങളുടെ കർത്താവായ യേശുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തെ അതിജീവിച്ച് സ്വർഗീയമായ ഒരു ഭവനം ലക്ഷ്യമാക്കി നേടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.